على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. توسلت بالحي القيوم الذي لا يموت أبدا دفعت ولسواه بألف ألف لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العلي العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ഒന്ന് അപ്പുറത്തേക്ക് നിസ്കരിക്കാൻ പറയും. മുമ്പിൽ നിസ്കരിക്കണം, ചില അപ്പുറത്തേക്ക് നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതിനെ സ്വീകരിക്കുമാറാകട്ടെ. വേറെ ഒന്നുകൊണ്ടല്ലാണ്ട് ഈ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ നിൽക്കാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതല്ല. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 21 ദിവസങ്ങൾ നമ്മിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മുടെ നാടുകളിലേക്ക് തിരിച്ചെത്തി. പലരും പുണ്യഭൂമിയായ മദീനയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മദീനയുടെ ഓരങ്ങളിലൂടെ അവിടെയുള്ള ചരിത്രത്തിൻ്റെ സുന്ദരമായ ഏടുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് ആ പുണ്യഭൂമിയിലെ വിശുദ്ധ സ്ഥലങ്ങളിലെല്ലാം അവർ സഞ്ചരിക്കുകയും അവിടെ നിന്നുകൊണ്ട് ആത്മീയമായ ഔന്നിത്യം കരഗതമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിമിന്റെ ജീവിതം എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. മക്കയിൽ ചെന്നാൽ പരിശുദ്ധമായ ഹറമും അതുപോലെ അവിടെ ഒരുപാട് പള്ളികളുണ്ട്. മസ്ജിദുൽ ജിന്നടക്കം മസ്ജിദുൽ ഇജാബയടക്കം ഒരുപാട് പള്ളികൾ നമുക്ക് കാണാം. മസ്ജിദുൽ ഖുബായും മസ്ജിദു ഖിബ്ലത്തൈനി അടക്കമുള്ള ആ പള്ളികളിലൊക്കെ വിശ്വാസികൾ പോകുന്നു. കാരണം മുഅ്മിനിന്റെ ജീവിതം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സഹാബത്ത് വിജയിക്കാനുള്ള കാരണം നോക്കിക്കഴിഞ്ഞാൽ അവര്
5 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരുന്നു. ഒന്ന് ലുസൂമുൽ ജമാഅ. എന്ത് കാര്യം വന്നാലും അവർക്ക് ഒരേ അഭിപ്രായമായിരുന്നു. നബിതകൾ എന്താ പറഞ്ഞത് ആ ഒരു അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. രണ്ടാമത് ഇത്തിബാഉ സുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ അവർ പൂർണ്ണമായും അനുധാവനം ചെയ്യുന്നവരായിരുന്നു. മൂന്നാമത് തിലാവത്തുൽ ഖുർആൻ, അവർ എപ്പോഴും ഖുർആൻ ഓതുന്നവരായിരുന്നു. നാലാമത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരായിരുന്നു. സത്യത്തിന് വേണ്ടി, പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ പോരാടുന്നവരായിരുന്നു. അഞ്ചാമതായിട്ട് ഇമാമത്തുൽ മസ്ജിദ്, പള്ളികൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരായിരുന്നു. പള്ളികൾ പരിപാലിക്കുന്നവരായിരുന്നു അവർ. അപ്പോ ഒരു മുസ്ലിമിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അത് പള്ളിയുമായുള്ള ബന്ധമാണ്. പള്ളി പരിപാലനം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പള്ളിക്ക് വേണ്ടി ഒരാൾ ഖിദ്മത്ത് ചെയ്തു കഴിഞ്ഞാൽ, പള്ളിക്ക് വേണ്ടി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത വആത സകാത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ പരിശുദ്ധമായ സൂറത്തു തൗബയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പള്ളി പരിപാലിക്കുന്ന ആളുകളെ പറ്റിയിട്ട്, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്, അന്ത്യദിനത്തെ കൊണ്ട് അവർ വിശ്വസിച്ചവരാണ്, ഈമാനുള്ളവരാണ്. വഅഖാമസ്വലാ, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിനാളം മുഴങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവരാണ്. അവര് സകാത്ത് കൊടുക്കുന്നവരാണ്. അല്ലാഹുവല്ലാതെ വേറെ ഒന്നിനെയും അവർ ഭയപ്പെടാത്തവരാണ്. പടപ്പുകളെയല്ല അവർ പേടിക്കുന്നത്, അവര് പടച്ചോനെ പേടിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകള് അവർക്ക് ഹിദായത്ത് സിദ്ധിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പള്ളി പരിപാലനം എന്ന് പറയുന്നത് 2 വിധത്തിലാണുള്ളത്. ഒന്ന്, പള്ളിയിൽ വന്ന് നമസ്കരിക്കുക, അതേപോലെ ജമാഅത്തിൽ പങ്കെടുക്കുക. പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളിയുടെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത് പള്ളി വെറുതെ ഇങ്ങനെ പണിതു വെക്കുക എന്നിട്ട് പള്ളിയിൽ വരാതിരിക്കുക, അതല്ല. പള്ളിയിൽ വന്ന് നമസ്കരിക്കുക, പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗത്തെ പറ്റിയിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അവര് പള്ളികൾ നിർമ്മിക്കുന്നവരാണ്, ആ പള്ളിയുടെ കേടുപാടുകൾ തീർക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ പള്ളികളെ മാലിന്യങ്ങളിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കുകയും ആ പള്ളി അടിച്ചു വാരുകയും പള്ളി വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ അവര് വിജയിച്ച ആളുകളാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു തൗബയുടെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ അവർ പ്രത്യേകമായിട്ട് പറയുന്നത്, അല്ലാഹുവിന്റെ പള്ളികൾ എന്ന് പറയുന്നത് ആ പള്ളികളിൽ വന്ന് നമസ്കരിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ആത്മീയമായ ഔന്നിത്യം നേടുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകളെ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കും, നിങ്ങൾ നോമ്പ് നോക്കുന്നവരായിരിക്കും, ആ വിഷയത്തിലൊക്കെ നിങ്ങൾ സകാത്ത് കൊടുക്കുന്നവരായിരിക്കും, ആ വിഷയത്തിലൊക്കെ ഞങ്ങളെക്കാളും നിങ്ങൾ മുമ്പിലായിരിക്കും. പക്ഷേ ഞങ്ങള് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സമക്ഷത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരാണ്, അവർക്ക് വെള്ളം കൊടുക്കുന്നവരാണ്, അവർക്ക് വേണ്ട എല്ലാ സാങ്കേതികമായ സഹായങ്ങളും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ സമയത്താണ് സൂറത്തു തൗബയുടെ അടുത്ത ആയത്ത് അവതരിക്കുന്നത്. ആ സമയത്താണ് അല്ലാഹു പറയുകയാണ്, അജഅൽതും സിഖായത്തൽ ഹാജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ് ലാ യബ്തഗൂന ഇൻദല്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. അല്ലാഹു തആല പറയുകയാണ്, അജഅൽതും സിഖായത്തൽ ഹാജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ ഹറമിന്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക്, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ, പക്ഷേ അവർ വിശ്വസിച്ചവരല്ല, പൂർണ്ണമായി ഇസ്ലാമിന്റെ ആശയാർ അനുസരിച്ച് ജീവിക്കുന്നവരല്ല. എന്നാൽ കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതേ സമയത്ത് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, അന്ത്യനാളിനെ കൊണ്ട് അവർ വിശ്വസിച്ചു, വജാഹദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ധാർമ്മിക ബോധത്തോടുകൂടി ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് സമരമുഖത്ത് ധർമ്മപക്ഷപാതിയായിട്ട് നിലകൊള്ളുന്നവരാണെങ്കിൽ ആ ആളുകളും മറ്റുള്ള ആളുകളും ഒരുപോലെയല്ല. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിക്കുകയാണ്. അപ്പോ പള്ളിക്ക് പരിപാലനം നടത്തി എന്നതുകൊണ്ടല്ല കാര്യം, ഹറമിന് വേണ്ടിയിട്ട് ഹറമിന് ഖിദ്മത്ത് ചെയ്ത ആളുകളായിരുന്നു. പക്ഷേ അല്ലാഹുവിനെ കൊണ്ട് അന്ത്യനാൾ കൊണ്ട് അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് മക്കാ മുശ്രിക്കീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിന്റെ വാളുകളാണ്. അല്ലാഹു പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അത്തരത്തിലുള്ള അക്രമികളായ ആളുകള് അവര് ഹിദായത്തിന്റെ പാതയിലല്ല, അവർ അക്രമികളാണ്, പെട്ടവരാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവം എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കുക. പള്ളികൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭവനമാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് പള്ളികളാണ്. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ മസാജിദു ബുയൂത്തുല്ലാഹ്, പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാണ്. വഖദ് ലമിനല്ലാഹു തആല ലിമൻ കാന ബുയൂതുഹും അൽ മസാജിദ ബിർറൂഹി വറാഹ, ഒരാൾ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ അല്ലാഹു തആല വിചാരിക്കാത്ത രൂപത്തില് ബിർറൂഹി വറാഹ, അവന്റെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ റാഹത്ത് കൊടുക്കും. അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നടത്തി കൊടുക്കും. വൽ ജവാസി അല സിറാത്ത്, നാളെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ കടക്കുന്ന സമയത്ത് അല്ലാഹു തആല അവനെ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തും. വനജാത്ത് മിനന്നാർ, നരകത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാവൽ നൽകുമെന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട അൽ ഹക്കീം ഇബ്നു ഹുമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ പള്ളികളിലേക്ക് പോകുന്ന സമയത്ത്, അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുമായിരുന്നു. നബി തങ്ങൾ പഠിപ്പിച്ചു, ഫഇന്ന ഫീ തഅദീമൽ മസാജിദി തഅദീമുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ഭവനത്തെ പള്ളി ആദരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആദരിക്കുന്നതാണ്. തംബീഹുൽ ഗാഫിലീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം, ബഹുമാനപ്പെട്ട ഖലഫ് ഇബ്നു അയ്യൂബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത്
അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരൻ, വീട്ടിലെ ഭൃത്യൻ വന്നുകൊണ്ട് പള്ളിയിലേക്ക് ഓടിക്കയറുകയാണ്. കാന ജാലിസുൻ ഫിൽ മസ്ജിദി ഫഅതാഹു ഗുലാമുഹു യസ്അലുഹു അൻ ശൈഅ. ആ സമയത്ത് വീട്ടിലെ എന്തോ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ മഹാനവറുകള് ചോദ്യത്തിന് മറുപടി പറയാതെ ഫഖാമ വഖറജ മിനൽ മസ്ജിദി, നേരെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫഅജാബഹു, എന്നിട്ട് അദ്ദേഹം ആ ചോദിച്ച ഭൃത്യന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളോട് പള്ളിയിൽ വെച്ചുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ നിങ്ങൾ പള്ളിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട താബീങ്ങളിൽപ്പെട്ട പ്രമുഖനായ ആ മഹാത്മാവ് പറയുകയാണ്, ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് ഞാൻ അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇതുവരെ ദുനിയാവിന്റെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല, ദുനിയവിയായ ഒരു സംസാരം ഞാൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ച ആ സൂക്ഷ്മത നിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത് കൊണ്ട്, ഭൗതികമായ കാര്യമായതുകൊണ്ട്, വീട്ടിലെ കാര്യമായതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അവന്റെ പള്ളിയെ ബഹുമാനിക്കാത്തതിന് ഞാൻ സമാധാനം പറയേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ ഫദ്ൽ ഇബ്നു അയ്യൂബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. മഹാത്മാക്കളൊക്കെ പള്ളികളെ കണ്ടത് ഈ രൂപത്തിലായിരുന്നു. അതുപോലെ തന്നെ മുൻഗാമികളായ ആളുകള് അവര് പള്ളിയെ ബഹുമാനിച്ചത് എപ്രകാരമാണെന്ന് കിതാബുകളിൽ കാണാവുന്നതാണ്. അന്നഹു കാല, വളരെയധികം ആത്മജ്ഞാനികളായിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ഇത്തിബാഅ് ചെയ്തിരുന്ന സാഹിദീങ്ങളായ മഹാത്മാക്കൾ പറയുകയാണ്, സഹാബത്ത് പറയുകയാണ്, അന്നഹു കാല, ഞങ്ങൾ പള്ളികളിൽ കയറി കഴിഞ്ഞാൽ വലാ തവൽതു ഖദമി ഫിഹാ, ഞങ്ങളുടെ കാലുകളെ ഞങ്ങൾ നീട്ടിയിരിക്കാറുണ്ടായിരുന്നില്ല. കാലുകള് ഇനിയിപ്പോൾ വേദന, ഒരാൾക്ക് കാല് നീട്ടി വെക്കാൻ ഭയങ്കര, കാല് മടക്കി വെക്കാൻ പ്രയാസമുള്ള ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് നീട്ടിവെക്കാതെ തരമില്ല. അതല്ല, അല്ലാതെ ഒരാൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പള്ളിയിലെ അതബോടുകൂടിയിരിക്കണം. പള്ളിയിൽ വെറുതെ അനാവശ്യമായി കാല് നീട്ടിവെക്കാൻ പാടില്ല. സഹാബത്ത് അങ്ങനെയായിരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, അതേപോലെ തന്നെ വലാ തകല്ലംതു ബികലാമി ദുനിയ, ഭൗതികമായ സംസാരങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ കയറിയാൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നില്ല. മഹാന്മാരായ ഇമാമിങ്ങൾ അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ ഗൗരവം എത്രമാത്രം മനസ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കുക. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്നതായിട്ട് മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു ദിവസം ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു കല്ല് വന്നുകൊണ്ട് പതിച്ചു. ആരാണ് കല്ലെറിഞ്ഞതെന്നറിയാൻ വേണ്ടി ഞാൻ പള്ളിയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു കല്ലെടുത്തുകൊണ്ട് എന്നെ എറിഞ്ഞതാണ്. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഉമർ തങ്ങളെ എന്നെ കല്ലുകൊണ്ട് എറിഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടു കൂടിയിട്ട് പറഞ്ഞു, ആരാണ് ആ പള്ളിയിൽ ഉറക്കെ സംസാരിക്കുന്നത്? ആരാണ് ആ പള്ളിയിൽ ഉറക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് രണ്ട് ചെറുപ്പക്കാർ, അവര് ത്വായിഫുകാരായ രണ്ടുപേരായിരുന്നു. ത്വായിഫുകാരായ രണ്ട് ചെറുപ്പക്കാർ, തഖീഫ് ഗോത്രക്കാരായിരുന്നു. അവര് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഉറക്കെ സംസാരിക്കുകയാണ്. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മൻ അൻതുമാ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയുള്ളവരാണ്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ത്വായിഫിൽ നിന്ന് വന്നതാണ്. അപ്പോ മഹാനവറുകൾ പറയുകയാണ്, ഖാലൂ മിൻ അഹ്ലി ത്വായിഫ് ലൗ കുൻതുമാ മിൻ അഹ്ലിൽ മദീനതി, നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നെങ്കിൽ, നിങ്ങളെങ്ങാനും ഈ നാട്ടുകാരായിരുന്നെങ്കിൽ എന്റെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് ഉറക്കെ സംസാരിച്ചതിന്റെ പേരില്
നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുമായിരുന്നു, നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ മർദ്ദിക്കുമായിരുന്നു എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ. അതുകൊണ്ട് പള്ളികളിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കരുത്, നിങ്ങൾ പള്ളിയിൽ നിന്നുകൊണ്ട് ഉറക്കെ സംസാരിക്കരുതെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവസാന കാലഘട്ടം വരുമ്പോൾ ഒരു കാലഘട്ടം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആ കാലഘട്ടം വരുന്ന സമയത്ത് യകൂനു, ആ കാലഘട്ടത്തിലെ ആളുകൾ യകൂനു ഹദീസുഹും ഫീ മസ്ജിദിഹിം ലിഅംരി ദുനിയാഹും, അവർ പള്ളികളിൽ വരും. പള്ളികളിൽ വന്നുകൊണ്ട് അവർ ഭൗതികമായ കാര്യങ്ങൾ അവർ സംസാരിക്കും, ഭൗതികമായ കച്ചവടങ്ങൾ അവർ നടത്തും. പള്ളികളിൽ വന്നുകൊണ്ട് അവർ കച്ചവട ഇടപാടുകളുമായി ബന്ധപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പള്ളികളിലായിരിക്കും അവർ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നത്, പള്ളികളിലായിരിക്കും ഭൗതികമായ മറ്റുള്ള ചർച്ചകൾ അവർ നടത്തുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ലൈസ ലില്ലാഹി ഫീഹിം ഹാജാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകളായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു തആല സ്വീകരിക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, ഫലാ തുജാലിസു, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇരിക്കല്ലേ, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇരിക്കല്ലേ. മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോ പള്ളികളിൽ ഭൗതികമായ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കും, പള്ളികളിൽ ഒച്ചപ്പാടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിക്ക വക്തുകളും നമ്മളെ പള്ളികളിൽ നമസ്കാരം കഴിഞ്ഞ പിന്നെ ഒച്ചപ്പാടുകളാണ്, ബഹളങ്ങളാണ്. പള്ളികളിൽ പല പള്ളികളിലും കാണാം, പള്ളികളിൽ പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ. ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കസേരയുണ്ട്. അതിപ്പോൾ വെള്ളിയാഴ്ചയും മറ്റും നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഫിത്തന പറയാൻ വേണ്ടിയിട്ടല്ല ഈ പള്ളിയിൽ കസേരയൊക്കെ കൊണ്ടുവന്ന് വിടുന്നത്. അല്ലെങ്കിൽ കച്ചവട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഒച്ചപ്പാട് മിക്ക ദിവസവും അത് തന്നെ. ഇവിടുത്തെ കാര്യമില്ലാട്ടോ, മൊത്തത്തിലുള്ള ഏത് പള്ളിയിൽ പോയാലുള്ളൊരു കാര്യം എങ്ങനെയാണ്, സുന്നത്ത് നിസ്കരിക്കാനും പറ്റൂല. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ നിസ്കരിക്കാൻ വന്ന ആൾക്കാരുടെ ഇടയിൽ അടിമാലിനെ മോശമാക്കി നിങ്ങൾ പറയണ്ട. കാരണം അടിമാലി അൽഹംദുലില്ലാഹ് അള്ളാഹു വെച്ചാൽ നല്ലൊരു മഹല്ല, അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തി തരട്ടെ. കാരണം ഇവിടെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പല പള്ളികളിലും പോലീസുകാരെ കാവില്ല ജുമ നടക്കുന്നത് പ്രശ്നങ്ങളാണ്. ഇവിടെ ഇപ്പം നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അള്ളാഹു ഈ ഐക്യവും സന്തോഷവും റാഹത്തും ഒക്കെ എന്നും നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോൾ പല ആളുകൾക്കും ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, തുറന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ളവർ കൂടി അറിഞ്ഞല്ലോ, പലരും പള്ളിയിൽ വരാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, പല പള്ളികളിലുള്ള ഒരു പ്രശ്നം, നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ പള്ളിയോടൊരു ബഹുമാനമില്ല, ചന്തയിൽ പോയ പോലെ നിസ്കാരം കഴിഞ്ഞാണ്ട് ഒച്ച. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ വേഗം പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകാം, പള്ളിയിൽ കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് പള്ളിയുടെ ആ ബഹുമാനവും ആ ആദരവും നമ്മൾ എപ്പോഴും നിലനിർത്തണം, വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഔഹ ഇലയ്യ യാ അഖൽ മുൻദരീൻ യാ അഖൽ മുർസലീൻ. നബി അല്ലാഹു തആല എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അൻദിർ ഖൗമക, നബിയെ അവിടുത്തെ അനുയായികളോട് അങ്ങ് ഉപദേശിക്കണേ, അവിടത്തോട് മുന്നറിയിപ്പ് കൊടുക്കണേ. അല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ സലീമ, നല്ല കൽബോട് കൂടിയല്ലാതെ പള്ളിയിൽ വരരുത് എന്ന് അവരോട് പറയണേ. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, വഅൽസിനത്തിൻ സ്വാദിക, നുണ പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് അവർ പള്ളിയിൽ വരരുതെന്ന് പറയണേ. അതേപോലെ കൈകൾ കൊണ്ട് ഹറാമ് ചെയ്ത് തിന്മകൾ ചെയ്ത കൈകളുമായിട്ട് പള്ളിയിൽ വരരുതെന്ന് അവരോട് പറയണേ. വഫുറൂജിൻ ത്വാഹിറ, വ്യഭിചരിച്ചു ആളുകളായിട്ട് അനാശ്ലാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പള്ളിയിൽ വരരുതെന്ന് അവരോട് പറയണേ. വഅല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി മാദാമ ലിഅഹദിൻ വള്ളിമ, ഒരാളെ ആക്രമിച്ചുകൊണ്ട് അയാളുടെ അവകാശം തടഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരരുതെന്ന് അവരോട് പറയണേ. നമ്മൾ ഉദയത്തൊക്കെ അടക്കും, ഉഷാറായിട്ട് എല്ലാവരും കൂടിയിട്ട് ഇറക്കും. പക്ഷെ അത് കഴിഞ്ഞ
കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ടാവില്ല. പരസ്പരം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പരിഗണനയും അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളും കൊടുക്കാതെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവരുടെ നിസ്കാരവും അതുപോലെ അവരുടെ ഒരു പ്രവൃത്തികളും എനിക്ക് വേണ്ട, അവരെ ഞാൻ ശപിക്കുമെന്ന് അവരോട് പറഞ്ഞേക്കൂ എന്ന് ഹബീബായ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ യോഗ്യരാണ്. ഞാൻ ചിന്തിക്കാം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് ഞാനും തെറ്റ് ചെയ്യുന്നവനാണ്, അതുകൊണ്ട് ഇനി പള്ളിയിൽ വരണില്ല, കാരണം അള്ളാഹുടെ ശാപം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നാളെ ഒരു പള്ളിയിൽ വരാതിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മളൊക്കെ സംശുദ്ധരായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുക. അതാണ് ഈ ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹജ്ജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ചെയ്തതുകൊണ്ടോ കാര്യമായില്ല. നമ്മൾ ഖൽബിയായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയും ഹൃദയം നന്നാക്കി വെക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പേരക്കുട്ടിയുടെ രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പരിപൂർണ്ണ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഒരു സഹോദരൻ ഉമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരിപൂർണ്ണ ശിഫാവ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം സംഗമിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളൊരു ചെറിയൊരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാരക്ക് അല്ലാഹു തആല പരിപൂർണ്ണ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സഹോദര സമുദായ അംഗമായ ഒരു സഹോദരൻ ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് സ്റ്റേജ് 4 കഴിഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ആ സഹോദരന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ സഹായം ഉണ്ട്. കഴിയുന്ന ആളുകൾക്ക് നമസ്കാരം കഴിയുമ്പോൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ നൽകുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.